ന്യൂനപക്ഷ സംരക്ഷണ നിലപാട് ഭരണഘടനാ സംരക്ഷണ പോരാട്ടത്തിന്റെ ഭാഗമെന്ന് CPIM ന്യൂനപക്ഷ സംരക്ഷണ നിലപാട് ഭരണഘടനാ TP കേസിൽ ശിക്ഷാ ഇളവിനുള്ള ശുപാർശ ചെയ്ത പ്രതികളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വെറുതെ വിടാനുള്ള നീക്കത്തിലേക്ക്, പുറത്തിറങ്ങാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള കാര്യം വലിയ രാഷ്ട്രീയ ആരോപണമായി നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉയർത്തിയ സാഹചര്യത്തിൽ, KK രമ ഗവർണർക്ക് കത്ത് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോൾ ആ നീക്കങ്ങളൊക്കെ റദ്ദു ചെയ്യുന്ന വിധത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നു. അഞ്ജു അല്ല ചേരുന്നത്, മഹേഷ് ചന്ദ്രനാണ്. മഹേഷ്, മറുപടി പറയാം. ഈ നീക്കത്തെ എങ്ങനെ വേണം കാണാൻ? എപ്പോഴാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് മഹേഷ്? ഇക്കാര്യത്തില് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായിട്ടാണ്, സർക്കാർ അറിയാതെയാണ്, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഇത്തരം നീക്കം നടന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് അച്ചടക്ക നടപടി എടുത്തതെന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം TP കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമുള്ള പ്രതികളാണ്. അവർ 20 വർഷം കഴിയാതെ പുറത്തുവിടാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അത്തരമൊരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇളവ് നൽകാനുള്ള പട്ടികയിൽ ഇവരെങ്ങനെ കടന്നുകൂടി എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉയർന്ന ചോദ്യം. അപ്പോൾ ഒരിക്കലും ഇളവ് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രതികളുടെ പേര് ഇതിനകത്ത് ആരോ തന്ത്രപരമായി കടത്തിവിട്ടതാണ് എന്ന സംശയം ഉണ്ട്. അതേസമയം മറ്റൊരു വാദമുള്ളത് എന്തെങ്കിലും തരത്തിൽ ഇളവുകൾ കിട്ടുമോ എന്ന അങ്ങനെ ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രതികളെ ധരിപ്പിക്കാനുള്ള അതിന്റെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണമുണ്ട്. എന്തായാലും സർക്കാർ വൃത്തങ്ങൾ, ആഭ്യന്തര വകുപ്പ് സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഇത്തരം ഇളവ് നൽകാൻ കഴിയുന്നവരല്ല ഈ പട്ടികയിൽ വരെ ഉൾപ്പെടുത്തിയാൽ പോലും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അത്തരം നീക്കത്തിന് സർക്കാരോ ആഭ്യന്തര വകുപ്പോ തയ്യാറാകില്ല എന്നുള്ളതാണ്. ഇത് അവിടുത്തെ ജില്ലാ ജയിൽ മേധാവിയാണ് ഇത്തരമൊരു നിർദ്ദേശം, ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ആ പട്ടികയിൽ ഇത് കടന്നു വന്നതിൽ, ഇവരുടെ പേരുകൾ കടന്നു വന്നതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം സർക്കാർ വൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ലക്ഷ്മി. മഹേഷ്, പ്രത്യേകിച്ച് ഈ വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തുന്നു. നിയമസഭയിലടക്കം വരുന്നു. KK രമ ഗവർണർക്ക് കത്ത് നൽകുന്നയൊക്കെ സാഹചര്യം. അപ്പോഴും സർക്കാർ സഭയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല, അങ്ങനെ ആ കാര്യം അങ്ങനെ പുറത്തിറങ്ങുവാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ എങ്കിൽ പോലും അതിനെതിരായി പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിന് തടയിടാൻ കൂടി പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നതിലൂടെ, ഈ ഉത്തരവിലൂടെ സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് സുതാര്യമാണ് എന്ന് വാദിക്കുന്നു സർക്കാർ. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഈ നടപടി ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിൽ ഇവരാണ് ഇത്തരം ഈ പട്ടിക തയ്യാറാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പട്ടികയിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയത്, അത് ദുരുദ്ദേശമുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതത്തിൽ നിന്ന് പാർട്ടി കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് TP വധക്കേസ് പോലെ ജനമനസാക്ഷിയെ
ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാൻ CPM നേതൃത്വം നൽകുന്ന സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണം അത് വലിയൊരു ആരോപണമായി കത്തിപ്പടരുന്നതാണ്. സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല CPIM എന്ന പാർട്ടിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ 20 വർഷം കഴിയാതെ ഇവരെ പുറത്തുവിടരുതെന്ന് പറയുന്ന ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ള ഈ TP കേസിലെ കുറ്റവാളികളെ, പ്രതികളെ, അവർക്കെതിരെ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരെ അവർക്ക് ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നൊരു പ്രചരണം വരുന്നത് എത്രത്തോളം തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ കൂടി വിഷയം വന്നു. ഗവർണറെ കണ്ട് KK രമ കത്ത് നൽകുന്നു. അപ്പോൾ ഗവർണർ വരെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലേക്കുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെയുള്ള ശിക്ഷാ നടപടി, സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം എങ്ങോട്ട് നീങ്ങുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ലക്ഷ്മി. മഹേഷ്, പ്രത്യേകിച്ചും ആ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞത്, KK രമ പറഞ്ഞത്, ഇത് ജയിൽ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ? ആഭ്യന്തര വകുപ്പ് അറിയാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് എന്നുള്ള പ്രധാന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. സർക്കാരിന് TP കേസ് പ്രതികളെ ഭയമാണ് എന്നുള്ള വലിയ രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നത് കണ്ടു. ഇതോടെ അതെല്ലാം റദ്ദാക്കപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? പാർട്ടിയും സർക്കാരും അത്തരത്തിലൊരു കണക്കുകൂട്ടലിലായിരിക്കും വളരെ വേഗം ഒരു സസ്പെൻഷൻ ഉത്തരവിലേക്ക് നീങ്ങിയത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് ഒരു നടപടി എടുക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. അതല്ല എങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണ തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കർശനമായ നടപടി എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം തുടരാനാണ് തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അന്വേഷണം ഏത് ഗതിയായിരിക്കും അന്വേഷണം ഉണ്ടാവുക എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന്റെയോ അല്ലെങ്കിൽ ജയിൽ ഉപദേശക സമിതിയുടെയോ അല്ലെങ്കിൽ CPM എന്ന പാർട്ടി നേതാക്കളുടെയോ ഒന്നും അറിവോടെയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തോ കൂടിയോ ഒന്നും അല്ല ഇത്തരത്തിലേക്ക് ഈ പേരുകൾ ഉൾപ്പെടുത്തിയതെങ്കിൽ അതിലൊരു വലിയ ഗൂഢാലോചന വേറെ തരത്തിൽ നടന്നിട്ടുണ്ടാകുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ആ ഗൂഢാലോചന അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. മറിച്ചാണ് എങ്കിൽ ആ അന്വേഷണം ഏതുവഴി പോകുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ലക്ഷ്മി. ഇതോടെ മഹേഷ്, പ്രതിപക്ഷത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശമിക്കും എന്ന് തന്നെ പറയാമല്ലേ? പ്രതിഷേധത്തിന് കുറവുണ്ടാകുമെങ്കിൽ പോലും ഈ വിഷയം എല്ലാ കാലത്തും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഈ വിഷയം എന്തായാലും പ്രതിപക്ഷം ഉയർത്തും. KK രമ അടക്കമുള്ളവരെ വളരെയധികം പ്രകോപിപ്പിച്ച ഒരു കാര്യം കൂടിയാണ് ഇത്. ജനങ്ങൾക്കിടയിൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു TP വധം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിന്റെ ഒരു ആഘാതം CPM അടക്കം പിന്തുടരുന്ന കാലം ആണ് ഇത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു വടകര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉഞ്ചിയം എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ല നിൽക്കുന്ന കേരളത്തിലെ മനസാക്ഷി തന്നെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPM പുറത്തരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, BJP പുറത്തർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ CPM നിന്ന് പോയി RMP എന്ന പാർട്ടി ഉപയോഗിച്ച നേതാവായ TP ചന്ദ്രശേഖരന്റെ അതിക്രൂരമായ കൊലപാതകം, ആ കൊലപാതകം വലിയ ചർച്ചാ വിഷയമായി മാറി. ഇന്നും അത് ജനങ്ങൾക്കിടയിൽ അതൊരു ആഘാതമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഏത് സംഭവത്തിലും അതിന്റെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ളത് സാധാരണ തന്നെയാണ്. അതിനൊപ്പം തന്നെ KK രമ MLA കൂടിയാണ്. അതുകൊണ്ട് നിയമസഭയിലും പുറത്തും ഈ പ്രതിഷേധവും പ്രശ്നങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ശക്തി കുറയുമെങ്കിൽ പോലും ആ പ്രചരണത്തിന്റെയും ഇത് എല്ലാ കാലവും ഇത് അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ അടക്കം ഈ വിഷയം ചർച്ച ചെയ്യും. ഈ TP കേസിലെ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ സർക്കാർ നീക്കം നടത്തി. ഞങ്ങൾ പ്രതിഷേധിച്ചതുകൊണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തതുകൊണ്ട് അതിനൊരു പിന്നാക്കം പോയത് ആണ് എന്ന തരത്തിലേക്കുള്ള പ്രചരണമായിരിക്കും പ്രതിപക്ഷം നടത്തുക. ലക്ഷ്മി. മഹേഷ്, അന്ന് തന്നെ ഇവർ ഇരട്ട ജീവപര്യന്തമുള്ള പ്രതികളാണ്. അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയാണ് എന്ന മട്ടിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത്. അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വേണമോ ഈ സസ്പെൻഷനിലൂടെ മനസ്സിലാക്കേണ്ടത്? അതൊരു വീഴ്ച എന്ന് പറഞ്ഞ് നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല. കാര്യം അതിനകത്തൊരു ഇടപെടൽ നടക്കാതെ അവരുടെ പേരുകൾ അത് വരില്ല. ആ പട്ടികയ്ക്കുള്ളിൽ വരുന്ന പേരുകൾ ഇവരുടെ പേര് വരുന്നു, ഇവർക്കിത് കിട്ടില്ല, അനുമതി കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ ഇളവ് കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. എന്നിരിക്കലും അവരുടെ പേരുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുക, ആ പ്രതികളുടെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അത് കൃത്യമായിട്ട് ആ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഈ സംഭവ ഗതികൾക്ക് ഒരു തുടർച്ചയുണ്ട്. കാരണം ഇത് കുറെ കാലമായി TP കേസിലെ പ്രതികളെ സർക്കാർ സഹായിക്കുന്നു, മൊബൈൽ ഉപയോഗിക്കാൻ അവർക്ക് സമ്മതം കൊടുത്തിരിക്കുന്നു, അവരവിടെ നിന്ന് ചില കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട് ഉയരാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ അമൃത് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇളവ് കൊടുക്കാനുള്ള ഇതിലേക്ക് ഇവരുടെ പേരുകൾ വരിക എന്ന് പറയുന്നത് അത് നിസ്സാരമായി കടന്നു വരുന്നതല്ല. അതെന്തായാലും അത് ഒന്നുകിൽ അത് CPM പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ എഴുതിയതാകാം. അതല്ല എങ്കിൽ ആരോ
TP കേസിലെ പ്രതികളെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന സന്ദേശം ആരോ കൊടുക്കാൻ ശ്രമിച്ചതാകാം. ഈ രണ്ട് സാധ്യതകളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് സർക്കാർ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത് സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല ഈ പട്ടിക തയ്യാറാക്കുന്നത്. സർക്കാർ ആരോടും ആവശ്യപ്പെട്ടില്ല, ആഭ്യന്തര വകുപ്പിന് കത്തും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നിർദ്ദേശവും വാക്കാലോ അല്ലാതെയോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഉദ്യോഗസ്ഥർ ഈ പട്ടിക പുറത്തേക്ക് വരുമ്പോഴാണ് അവരും ഇവരുടെ പേരുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വാദിക്കുന്നത്. മഹേഷ്, പ്രത്യേകിച്ചും ഈ വാർത്ത പുറത്തു വരുന്ന സമയവും വളരെ പ്രസക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട് CPM സംസ്ഥാനത്ത് നിൽക്കുന്നു. തെറ്റ് തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് ഇത്രയധികം പ്രതികൂലമായ ഒരു അവസ്ഥയിൽ CPM പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നേരത്തെ 2019 തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂവെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, അന്നത്തെ സാമൂഹിക അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. CPM അല്ലെങ്കിൽ LDF മുന്നോട്ട് വരാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കണക്കാക്കിയ സ്ഥലത്താണ് അവർ പിന്നാക്കം പോയത്. മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാകുന്നു, BJPയുടെ വോട്ടുകളിൽ വലിയ വർധനവ് ഉണ്ടാകുന്നു. ഇത്തരമൊരു സാഹചര്യങ്ങളിൽ പ്രതിക്കൂട്ടിൽ പ്രതിസന്ധി അകപ്പെട്ടിരിക്കുന്ന CPM ഇത്തരമൊരു നീക്കത്തിൽ തയ്യാറാകും എന്ന് കരുതാൻ സാധാരണഗതിയിൽ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പട്ടിക പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന് പാർട്ടി സംശയിക്കുന്നു, ആഭ്യന്തര വകുപ്പ് സംശയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയുന്നവരല്ല തങ്ങളെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലക്ഷ്മൺ. മഹേഷ്, റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയത് എന്നാണ് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണം. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ് ഇവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്? ഈ ശിക്ഷാ നടപടിയെ എങ്ങനെ വേണം വിലയിരുത്താൻ? അല്ല, അവർ പറയുന്നത് ഞങ്ങൾ ഇളവ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ഇളവ് കൊടുക്കാനുള്ള പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞു. ആ പട്ടികയിൽ അപ്പോൾ ഇവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞവരുടെ പേര് ഉൾപ്പെടുത്തി കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോയതാണ് എന്ന തരത്തിലേക്കുള്ള ദുർബലമായ ഒരു വിശദീകരണമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നുമില്ല. ഈ സസ്പെൻഷന്റെ കാലാവധിയും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതിനകത്ത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ആ അന്വേഷണം പോവും. ചിലപ്പോൾ ഇതിന് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ട്രൈബ്യൂണലിനെ സമീപിക്കാനൊക്കെ ഉദ്യോഗസ്ഥർക്കും അവകാശമുണ്ട്. എന്നാൽ സസ്പെൻഷന്റെ കാലാവധി മറ്റു കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഇതിനകത്ത് സസ്പെൻഷൻ ഇപ്പോൾ ഒരു നീട്ടിക്കൊണ്ടു പോവുകയും അത് വേണമെങ്കിൽ ഡിസ്മിസ് വരെ ആകാവുന്ന തരത്തിലേക്കുള്ള ഒരു കൃത്യം നടന്നിട്ടുണ്ട്, ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് വലിയ നടപടിയിലേക്ക്, ശിക്ഷാ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പിന് കടക്കേണ്ടി വരും. ലക്ഷ്മി, വലിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകിയിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹേഷ്, ഈ സസ്പെൻഷൻ കാലയളവ് എത്രയാണ്? അതൊന്നുകൂടി വിശദമാക്കാമോ? അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മൂന്ന് ഉദ്യോഗസ്ഥർക്കാണിപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മഹേഷ്, എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുണ്ടോ? അതോ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ അന്വേഷണം തീരുന്നതുവരെ എന്നുള്ള ഒരു കാലയളവാണോ നിശ്ചയിച്ചിരിക്കുന്നത്? എത്ര കാലത്തേക്കുള്ള സസ്പെൻഷൻ എന്ന വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇതില് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകുകയായിരുന്നു. ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത്,
അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഒ ബി രഘുനാഥ് എന്നിവർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിനകത്ത് പങ്കാളികളായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് അന്വേഷണ വിധേയമായിട്ട് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത്. അതേസമയം പ്രതിപക്ഷം ഇന്നും അത് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ശിക്ഷാ ഇളവിന് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 തന്നെ TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാൻ വേണ്ടി ഗൂഢാലോചന ആരംഭിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി VD സതീശൻ മുന്നോട്ട് വെക്കുന്നു. മഹേഷ്, മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു, മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെ വേണം ഈ നടപടിക്രമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും ആത്മാർത്ഥതയോടാണോ ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഹൈക്കോടതി വിധിക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ സർക്കാരിൽ സമർപ്പിച്ചത്. ഇത് മാധ്യമങ്ങൾ കൃത്യസമയത്ത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ യോഗ്യന്മാരായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കുമായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഇതുപോലുള്ള പല കേസുകളിലും വലിയ അലംഭാവമാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ മാത്രമല്ല, ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിട്ടും കോളിലൊക്കെ സൃഷ്ടിച്ച സംഭവമായതുകൊണ്ടും കൊല്ലപ്പെട്ട ആളുടെ സഹധർമ്മിണി ഇപ്പോൾ കേരള നിയമസഭയിൽ അംഗമായതുകൊണ്ടും ഇത് പൊതുജന ശ്രദ്ധയിൽ വന്നു. മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. പലപ്പോഴും തികച്ചും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ഈ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി ഇതുപോലെ പല ആളുകൾക്കും പരോളും മറ്റാനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ടതുകൊണ്ട് തൽക്കാലം ജയിൽ ഉദ്യോഗസ്ഥന്മാരെ പഴിയാരി അവരെ സസ്പെൻഡ് ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതുപോലെ കഴിഞ്ഞ സമയത്ത് ഈ പൂക്കോട് സിദ്ധാർത്ഥൻ അതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് CBIക്ക് അയക്കാൻ സർക്കാർ തീരുമാനിച്ചു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷവും ഇത് CBIക്ക് പോകാതിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവരെല്ലാവരും സർവീസിൽ തിരിച്ചെടുത്തു. നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇതുപോലെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ചില ഉദ്യോഗസ്ഥർക്ക് ആ വീട്ടിൽ ഇരുന്ന് ഉല്ലസിക്കാനും അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് പോകാനുമുള്ള ഒരവസരമായിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഇതിനിടയ്ക്ക് ഇവർക്ക് കുറ്റപത്രം കൊടുക്കുകയും അവർക്ക് അവരുടെ ഭാഗത്തുണ്ടായി വീഴ്ചയ്ക്ക് അവരുടെ മേളിൽ നടപടിയെടുക്കുകയും ചെയ്യണം. അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. തൽക്കാലത്തേക്ക് മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന് മുഖ്യമന്ത്രിക്ക് നാളെ ഞെളിഞ്ഞെന്ന് നിയമസഭയിൽ പറയാം. അല്ലെങ്കിൽ ദേശാഭിമാനിക്ക് മുഖപ്രസംഗം എഴുതും. കുറ്റവാളികളോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, കേരള സർക്കാർ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇതിവിടെ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യകൾ മാത്രമാണ്. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പ്രതികൾക്ക് ആദ്യം മുതൽ തന്നെ സർക്കാരിന്റെ വലിയ സംരക്ഷണവും പരിരക്ഷയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരള നിയമസഭാ സ്പീക്കറായിരിക്കുന്ന മാന്യദേഹം, അദ്ദേഹം അന്ന് MLA ആണ്. ഇതിലൊരു പ്രതിയുടെ വിവാഹ ചടങ്ങിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തത് നമുക്കറിയാവുന്നതാണ്. ഈ പ്രതികളെ സംബന്ധിച്ച് ഏത് സമയത്തും ഇവർക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കുന്നത്, ഇവരുടെ കോടതി ചെലവ് വഹിക്കുന്ന എല്ലാം പാർട്ടിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലമാകുന്ന അഭിഭാഷകരാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മഹേഷ് തുടരുന്നുണ്ട്. മഹേഷ്, ഈ വിഷയത്തിൽ ജയിൽ സൂപ്രണ്ട് വിശദീകരണം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊന്നും തൃപ്തികരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും അല്ലേ ഇപ്പോൾ ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ കാലയളവും മറ്റു കാര്യ വിശദാംശങ്ങളും ഉള്ള ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകും. എന്തായാലും ഈ വിഷയം നിയമസഭയിൽ വീണ്ടും സജീവമായി നിൽക്കുന്നു. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾ മിക്കവാറും പരോളിലാണ് എന്ന ആരോപണം VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നു. ശിക്ഷാ ഇളവിന് സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാൻ ഗൂഢാലോചന ആരംഭിച്ചത് 2022 ഗുരുതരമായ ഒരു ആരോപണമാണ് VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി 2022 പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്താൻ സർക്കാരിന് എന്ത് അധികാരമെന്നും VD സതീശൻ ചോദിക്കുന്നു. നിയമസഭയെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്താണ് പുറത്തു വന്നത്. ആ കത്ത് എങ്ങനെ അഭ്യൂഹമാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ക്രിമിനലുകൾക്കാണ് സർക്കാർ ശിക്ഷ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്ന് സർക്കാരിന്റെ ഉറപ്പ് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മി.
മഹേഷ്, കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം അതിശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാരടക്കം അവരെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള സമരത്തിലേക്ക് മുന്നോട്ടു പോകും എന്ന വിധത്തിൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി വലിയ തോതിൽ കത്തിച്ചു നിർത്താൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങുന്നതിലൂടെ മാത്രം അവർ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറും എന്ന് കരുതാൻ വയ്യ, അല്ലേ? തീർച്ചയായിട്ടും ഇന്നൊരു സബ്മിഷനാണ് പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നത്. ആ സബ്മിഷൻ വരുന്ന തൊട്ടു മുമ്പാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അത്തരം വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. കാരണം സബ്മിഷൻ എന്ന നിയമസഭയുടെ മുമ്പാകെ പരിഗണിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ സംസാരിച്ചു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുന്നത് മന്ത്രി MP രാജേഷാണ്. അതിനു മുമ്പ് തന്നെയായിട്ടാണ് ഇത്തരം ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ലക്ഷ്മി, നമുക്ക് ഈ ഉത്തരവിനെ മഹേഷ്, സർക്കാരിന് നോക്കുമ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി, അതേസമയം പ്രതിപക്ഷത്തിനും ഇത് തങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന്, തങ്ങൾ നിയമസഭയിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്കുള്ള ഒരു രാഷ്ട്രീയ നേട്ടമായി ഈ ഉത്തരവിനെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന സസ്പെൻഷൻ ഉത്തരവിൽ അതിൻ്റെ ഒരു നേട്ടം പ്രതിപക്ഷത്തിനായിരിക്കും എന്ന് വേണം ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ, അല്ലേ? സസ്പെൻഷൻ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അത് ഇപ്പോൾ ആസൂത്രിതമായി ഇപ്പോൾ മുഖരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചെയ്തു എന്ന വാദഗതി തന്നെയായിരിക്കും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എന്തായാലും ഞങ്ങൾ ഇതുപോലെ ഉന്നയിച്ചത് കൊണ്ട് നടപടി ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള സമീപനത്തിൽ ഒതുങ്ങി കാര്യങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇന്ന് മാത്രം സബ്മിഷനുമായിട്ട് നിയമസഭയിൽ വരികയും ഇപ്പോൾ മന്ത്രി MP രാജേഷ് മറുപടി നൽകുന്നുണ്ട്. മന്ത്രി MP രാജേഷ് പറഞ്ഞത് കോടതി നിർദ്ദേശിച്ച പ്രത്യേക കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയില്ല, അങ്ങനെ നൽകുകയുമില്ല. നിയമവിരുദ്ധമായ ഒരു പരിഗണനയും ഒരാൾക്കും ഈ സർക്കാർ കൊടുക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കി. ലക്ഷ്മി, മന്ത്രിയുടെ മറുപടിയിൽ എങ്ങനെയാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? ഏത് തരത്തിലാണ് സഭയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ? വളരെ വ്യക്തമായ രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് സംസാരിച്ചത്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് നിയമസഭയ്ക്ക് മുമ്പാകെ നൽകുന്നത്. നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറുപടി പറയുകയും ചെയ്യുന്നത്. ആ മറുപടിയിൽ വളരെ വ്യക്തമായി തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായിട്ടില്ല. കോടതി നിർദ്ദേശിച്ച പ്രത്യേക കേസുകളിൽ മഹേഷ്, മടങ്ങിയെത്താം. VD സതീശൻ ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമുക്ക് പോവാം. ഇക്കോണമി തകരുകയാണ്, ഇക്കോണമി താഴോട്ട് പോവുകയാണ്. കാരണം എന്താ? നിങ്ങൾ ലെഫ്റ്റ് അല്ല, ഇടതുപക്ഷക്കാരല്ല, നിങ്ങൾ റൈറ്റ് എക്സ്ട്രീമാണ്, നിങ്ങൾ തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ്. കാരണം എന്താ സർ? കേന്ദ്ര ഗവൺമെന്റിന്റെ, മോഡി ഗവൺമെന്റിന്റെ ലൈൻ എന്താ? അവർ പ്ലാൻ വേണ്ട, പ്ലാനിങ് കമ്മീഷനൊക്കെ പിരിച്ചുവിട്ട അവരുടെ സൗകര്യത്തിന് പ്ലാൻ വേണ്ട. സർ, പ്ലാനിന്റെ അഡ്വാൻറ്റേജ് എന്താ സർ? പ്ലാനിൽ പ്രയോറിറ്റി ഉണ്ട്. നിങ്ങളുടെ സർക്കാരിന് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ആരോപണം, ഞാൻ വീണ്ടും പറയും, നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല. പ്ലാൻ വരുമ്പോൾ പ്രയോറിറ്റി, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ അവർക്ക് 10%, പട്ടികവർഗക്കാർക്ക് 2%, പിന്നോക്ക ജനവിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന ഏരിയ, മത്സ്യത്തൊഴിലാളി മേഖല, ആ ഒരു നമുക്കൊരു എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. നേരത്തെ ഈ വിഷയം ഇപ്പോൾ മറ്റ് ഒരു വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ TP കേസ് വിഷയം അദ്ദേഹം സബ്മിഷനായി ഉന്നയിച്ചിരുന്നു സഭയിൽ. മഹേഷ്, തുടരാം. കത്ത് മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇതുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ കത്ത്, ഈ റിപ്പോർട്ടിലേക്ക് ഇവർക്ക് എങ്ങനെയാണ് ഈ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടതെന്നും അതുപോലെ തന്നെ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് എങ്ങനെ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പരിശോധിക്കും. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു എന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നു. മാനദണ്ഡ പ്രകാരമുള്ള പട്ടിക പുതുതായി സമർപ്പിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സബ്മിഷനെ പ്രതിപക്ഷ മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത്, അത് ശരിയല്ല എന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ലക്ഷ്മി, മഹേഷ്, കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ സ്പീക്കറായിരുന്നു മറുപടി പറഞ്ഞത്. ഇപ്പോൾ MP രാജേഷാണ് മറുപടി പറയുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം വലിയ തോതിൽ ചോദ്യശരങ്ങൾ ഉയർത്തിയ ഒരു കാര്യമായിരുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല എന്നുള്ള കാര്യം, അത് ഇന്നും ആവർത്തിക്കുവാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത്?
അല്ല, അത്തരമൊരു ഇത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കെ രമ അടക്കമുള്ളവർ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല, അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാവുന്നില്ല, അദ്ദേഹം സഭയിൽ ആ സമയത്ത് ഉണ്ടാകാതെ പോകുന്നു. അപ്പോൾ ആ സമയം മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റു മന്ത്രിമാരാണ് മറുപടി പറയുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഭയമുള്ളത് കൊണ്ടാണ്, മുഖ്യമന്ത്രിക്ക് ഇത് നേരിടാനുള്ളതിൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷവും കെ രമ അടക്കമുള്ളവരും സാധാരണഗതിയിൽ ഉന്നയിച്ചു വരുന്നത്. ഈ ഇന്നത്തെ വിഷയത്തിലും ഇത്തരത്തിലേക്കുള്ള ആ ഒരു ആരോപണം ഉറപ്പായും ഉണ്ടാകും. ലക്ഷ്മി, 2022 നവംബറിൽ ഇറക്കിയ ആ പ്രിസൺ ആക്ടിലെ ഭേദഗതി, അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയ ജയിൽ ഉദ്യോഗസ്ഥരും അവരുടെ മറുപടിയിൽ പറയുന്ന, അവർ നൽകുന്ന വിശദീകരണം ഈ പ്രിസൺ ആക്ടിലെ ഭേദഗതിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? അതായത് 2024 വന്ന ഭേദഗതി അത് നിയമസഭ പാസാക്കിയ പ്രസന്റ് ആക്ടിൽ വരുത്തിയ ഭേദഗതിയാണ്. അത് സർക്കാർ വരുത്തിയ ഭേദഗതിയാണ്. അത് നിയമസഭ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ചെയ്തതെന്ന ആരോപണമാണ് വി ഡി സതീശൻ ഉയർത്തിയത്. എന്നാൽ ഈ പ്രസന്റ് ആക്ടിലെ ഭേദഗതി കൊണ്ട് മാത്രം ഇതിനകത്ത് ഇവരെ ഉൾപ്പെടത്തില്ല. കാരണം കോടതിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശമുള്ള ഇത്തരം കേസുകളിൽ ആ കേസുകളിൽ ഉള്ള പ്രതികളെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതിന് നമുക്ക് ഒരുമിച്ചൊക്കെ നിൽക്കാം. കള്ളക്കണക്ക് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളില്ല. സാർ, പ്രാദേശിക വികസനം വഴിമുട്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് നിയമസഭയിൽ. TP കേസ് വിഷയത്തിൽ 2022 പ്രിസൺ ആക്ടിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കങ്ങളെയാണ് പ്രതിപക്ഷം വലിയ തോതിൽ ഇന്ന് നിയമസഭയിൽ വിമർശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു. അതിന് മറുപടി പറഞ്ഞത് മന്ത്രി MB രാജേഷാണ്. ഈ മണിക്കൂറിൽ എത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്നുള്ളതാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. 3 ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഈ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ആയിരിക്കും ആ സസ്പെൻഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു നീക്കമായിരുന്നു ഇത്. ഇരട്ട ജീവപര്യന്തമുള്ള പ്രതികളാണ് ഈ TK രജീഷും അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. TP വധക്കേസിൽ നേരിട്ട് പങ്കുള്ളവരാണ്. ഇവരെ പുറത്തിറക്കുവാനുള്ള ഒരു നീക്കം വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സർക്കാർ അതിനെ പ്രതിരോധിച്ചത്. അങ്ങനെ ഒരു കാര്യം നടക്കില്ല, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് നിയമസഭയിൽ സ്പീക്കർ തന്നെ പറയുന്ന സാഹചര്യം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ആഭ്യന്തര വകുപ്പ് പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന ഒരു തോന്നൽ ഉളവാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നതടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നത് കണ്ടു. ഇന്നും ആ വിഷയം സബ്മിഷനായി നിയമസഭയിൽ എത്തുന്ന സാഹചര്യം. മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട്. മഹേഷ്, തുടരാം. മുഖ്യമന്ത്രിയുടെ വിശദമായ മറുപടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷ് നൽകിയ വിശദമായ മറുപടിയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ ജയിലുകളുടെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാന ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നതിന് വേണ്ടി 25/12/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാർ ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ
മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 3/6/2024 അതായത് ഈ മാസം 3-ാം തീയതി ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേക ഇളവ് അനുവദിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ എം പി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിലെ ശിക്ഷാ തടവുകാർ TP കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കും മുമ്പ് ഇളവ് അനുവദിക്കുന്ന ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് നിലവിൽ നിൽക്കുകയാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തത് മാനദണ്ഡ പ്രകാരമല്ല എന്ന് ഈ മറുപടിയിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സൂപ്രണ്ട് വിശദീകരണം ജയിൽ മേധാവി തേടിയിരുന്നു. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാർ നൽകുമെന്ന് വ്യക്തമാക്കി 22-ാം തീയതി ജയിൽ മേധാവി പത്രക്കുറിപ്പും നൽകിയിരുന്നു. ശിക്ഷാ ഇളവിനെ പരിഗണിക്കുന്ന ഈ പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തിയത് തന്നെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഏതായാലും 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് TP കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയ ആ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഇവരുടെ സസ്പെൻഷന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയത്തിൽ സർക്കാരിന് ഈ സസ്പെൻഷൻ ഉത്തരവോടെ മുഖം രക്ഷിക്കാനാകും എന്ന് തന്നെ കരുതാം. ഏതായാലും പ്രതിപക്ഷം ഈ കാര്യം വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. അവർ വീണ്ടും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഉയർത്തുകയാണ്. അതാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.